ഹായ്, ഞാൻ സൂര്യനാരായണൻ. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും കൂടെ പോയി ഒരു സിനിമ കണ്ട്. വാഴ എന്നാണ് പേര്. SV സിനിമാസ് കായംകുളത്താണ് ഞങ്ങൾ പോയി കണ്ട്. സിനിമയുടെ സ്ക്രിപ്റ്റ് ഡയറക്ടർ ആരാണെന്ന് വെച്ചാൽ അത് ആനന്ദ് മേനോനാണ്. ആനന്ദ് മേനൻ പുതിയൊരു ഡയറക്ടറാണ്. അപ്പം ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് വിപിൻ ദാസ് ആണ്. സോ വിപിൻ ദാസ് ആണ് നമ്മുടെ ജയ 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 ഹേ ഗുരുവായൂർ അമ്പലനട ഈ സിനിമയുടെയൊക്കെ ഡയറക്ടറാണ് വിപിൻ ദാസ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ ഗുരുവായൂർ അമ്പലനടയിൽ തന്നെ ആക്ടേഴ്സാണ് ഈ സിനിമയിനകത്തും വന്നിരിക്കുന്നത്. സോ ഗുരുവായൂർ അമ്പലനടയിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഗുരുവായൂർ അമ്പലനടയിനകത്ത് കുറേ പേര് അങ്ങനെ അങ്ങ് ഇഷ്ടമായിരുന്നു. സോ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ആ ടീം തന്നെയാണ് വന്നേക്കുന്നത്, കോമഡി ടീം തന്നെയാണ്. അപ്പോൾ വാഴ ബേസിക്കലി നമ്മുടെ നായകന്മാരുടെ ആ ഒരു ചെറുപ്പത്തിൽ നിന്ന് അവർ വലുതാവുന്നവർ കാണിക്കുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ് തന്നെ അവരുടെ ഡൈപ്പറൊക്കെ അച്ഛന്മാർ മേടിക്കാൻ വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ചെറുപ്പം തൊട്ട് അവർ ജനിച്ചു വീഴുന്നവരവർ വലുതാവുന്നവരെ അവർ നല്ല വൃത്തിയായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരു ബയോപിക് ആയിട്ട് തന്നെയാണ് ഇവർ എടുത്തു വെച്ചേക്കുന്നത്. അതായത് ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. ഇപ്പോഴും കോളേജിലേക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ എടുത്തു വെച്ചേക്കുന്നത്. നന്നായിട്ടുണ്ട്. പിന്നെ ഈ സിനിമ എനിക്കിഷ്ടമായി. ഞാൻ ഈ പറയുന്നതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കും അറിയാം എനിക്കിഷ്ടമായിരുന്നു. സോ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഏതാണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു ഫസ്റ്റ് പോർഷനായിരുന്നു. ഫസ്റ്റ് പോർഷനൊക്കെ അവർ നന്നായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ്. പിന്നെ അവർ നല്ല BGM ഒക്കെ കയറ്റിയിട്ട് അവർ ഒരു ഫൈറ്റ് സീൻ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഒരു ബിൽഡപ്പാണ്. സോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അജോ തോമസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളി നന്നായിട്ട് സിനിമയിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിനകത്ത് മറ്റേ അനിയനില്ലേ, അത് തന്നെയാണ് അജോ തോമസ് എന്ന് പറയുന്നത്. സിനിമ ഒരു കോമഡി സിനിമ പ്ലസ് ഇമോഷണലാണ്. കോമഡി ഇൻ്റർവെല് വരെയും പിന്നെ അവർ ആ ഇമോഷൻ്റെ ആ ട്രാക്ക് പിടിച്ചിട്ട് വീണ്ടും അവർ ലാസ്റ്റ് ആകുമ്പോഴേക്കും അവരൊരു കോമഡി ടൈപ്പ് അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പം കോമഡി ജേണറും പ്ലസ് ഇമോഷണലാണ്. സോ കോമഡി ഇമോഷണൽ സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് കാണാൻ പറ്റും. അതുപോലെ അവർ ഈ ഇമോഷണൽ ട്രാക്ക് പിടിച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനു വേണ്ടിയിട്ട് അവർ മകനെ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു പാട്ടൊക്കെ തന്നെയുണ്ട്. ആ പാട്ടൊക്കെ നമുക്ക് നന്നായിട്ട് ടച്ച് ആയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പം നല്ല സിനിമയാണ്. കാണാത്തവരെല്ലാവരും പോയി കാണുക. അപ്പം അടുത്ത ആഴ്ച വേറൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ. പിന്നെ നോബി ഒരു നല്ല വേഷം ഈ സിനിമയിനകത്ത് ചെയ്തിട്ടുണ്ട്. നോബി ഒരു നല്ല വേഷം ചെയ്ത വേറൊരു സിനിമയുണ്ട് യമഹ. അതിനകത്ത് ഞാനും അഭിനയിച്ചിട്ടുണ്ട്. യമഹ എന്നാണ് പേര്. ആ സിനിമ അപ്കമ്മിങ് ആണ്. ആ സിനിമയെ ഇറങ്ങുമ്പം എല്ലാവരും പോയി കാണുക. ബൈ.